ടെക് ഹാക്ക് വർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാരുപടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ ബെഞ്ച് സ്റ്റീലും അതുപോലെ തന്നെ ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ട് ഫ്ലോട്ടിംഗ് ബെഞ്ച് അല്ലെങ്കിൽ ലീനിങ് ബെഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാരുപടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ ഓൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ മാർക്കിങ്ങാണ് ചെയ്യുന്നത്. നമ്മൾ 3 ഇഞ്ച് മെയിൻ സ്ലാബിൽ നിന്ന് ടൈലിൻ്റെ എൻഡിൽ നിന്ന് വലിച്ച് ഇങ്ങോട്ടേക്ക് വെച്ചതിന് ശേഷം ആ ഒരു അളവ് മാർക്ക് ചെയ്തിട്ട് ഹൈറ്റിൽ മാർക്കിങ് എടുക്കുകയാണ് സ്പിറ്റ് ലെവൽ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതിൻ്റെ ബോട്ടം സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ടൈലിൻ്റെ എൻഡ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 3 ഇഞ്ച് വലിച്ച് വെച്ചതിന് ശേഷം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വെച്ചുള്ളത് സീറ്റിൻ്റെ ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ അഥവാ 20 ഇഞ്ചാണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇതിൻ്റെ ചാരുപടീൻ്റെ ഹോൾ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് കൂടി മാർക്ക് ചെയ്തിട്ട് ഈ ഹോളുകളെല്ലാം നമ്മൾ ആദ്യമേ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആ ഹോളുകളെല്ലാം ആദ്യമേ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഈസിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തതും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതും ഇതേ ഹൈറ്റ് തന്നെ വാട്ടർ ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാൽക്കണിയിൽ നമ്മൾ ഗ്ലാസ്സാണ് സെറ്റ് ചെയ്യുന്നത്. അതിനോട് നമ്മൾ ഗ്ലാസ് ഗ്രൂവ് പൈപ്പ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്. അപ്പോൾ ഈ കാണുന്ന 1.5 പൈപ്പിൻ്റെ ടോപ്പ് ലെവലിലേക്ക് ഗ്രാനൈറ്റ് ഫിനിഷ് ചെയ്യേണ്ട ലെവലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 14 ഇഞ്ച് വീതി 1 ഇഞ്ച് തിക്നെസ്സാണ് നമ്മൾ ഗ്രാനൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 1 ഇഞ്ച് തിക്നെസ്സുള്ള ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് 1/2 ഇഞ്ച് ഇൻറ്റു 1 ഇഞ്ചിൻ്റെ പൈപ്പാണ്. 16 ഗേജ് തിക്നെസ്സുള്ള പൈപ്പ്. അപ്പോൾ അതിൻ്റെ വീതി നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 12 ഇഞ്ച് വീതിയിലാണ് ആ ഒരു ബേസ് അടിച്ചു കൊടുക്കുക. കാരണം 2 ഇഞ്ച് നമ്മളിതിൻ്റെ പുറമേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗ്രാനൈറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു മോൾഡിങ് വരുന്ന ഭാഗമൊക്കെ പുറമേക്ക് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അത് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു 1.5 പൈപ്പിൻ്റെ അടിഭാഗം ലെവൽ ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ടാണ് വെൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രാനൈറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് 1.5 ഇഞ്ച് കറക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ചാരുപടിയുടെ പോസ്റ്റ് വാങ്ങിയുള്ളത് 1.5 പൈപ്പിൽ 3 5/8 സ്ക്വയർ ഹോൾ വരുന്ന സ്ട്രെയിറ്റ് റെഡിമെയ്ഡ് ചാരു പോസ്റ്റാണ് വാങ്ങിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യമേ ഈ പൈപ്പൊക്കെ കയറ്റിയതിന് ശേഷം മാത്രമേ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ 5/8 പൈപ്പൊക്കെ കയറ്റി കഴിഞ്ഞു. കയറ്റിയതിന് ശേഷം ഇവിടെ ലെവൽ വെച്ചിട്ട് അടിഭാഗം ഒന്ന് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ആ ഒരു പൈപ്പിൻ്റെ ടോപ്പിൽ ഒരിക്കലും ഇത് സ്ട്രെയിറ്റ് ലെവലിൽ കിട്ടണമെന്നില്ല. കൂടുതൽ ഇതുപോലെ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രശ്നം. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാനും പ്രശ്നമാണ്. അതുപോലെ തന്നെ ബെൻഡാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ചാര് പോസ്റ്റ് വരുന്നത് എല്ലാം ഒരേ ഹൈറ്റ് ആയിരിക്കില്ല. നല്ല വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. ഏകദേശം 1/4 ഇഞ്ചോളം ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും താഴെയും ടോപ്പും സെറ്റാക്കിയതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഇത് നല്ല വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബെൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറമേക്ക് ആ ഒരു ചരിവ് വരുന്നതൊക്കെ അതെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റെല്ലാം നമുക്ക് നടക്കും. ഈ സ്ട്രൈറ്റ് ടോപ്പിൽ വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഓരോന്നും വെച്ച് നോക്കിയതിന് ശേഷം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് വേണ്ടത് ഗ്രൈൻഡ് ചെയ്ത് തയ്ച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പോളിഷ് ചെയ്യാനും വളരെ റിസ്ക്കാണ്. അപ്പോൾ ചാരുപടിയുടെ ബേസൊക്കെ ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കാനുള്ള ബോൾട്ട് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഗ്രാനൈറ്റ് വന്നതിന് ശേഷം ഉണ്ടാവും. അപ്പോൾ ബാക്കി വർക്ക് നമുക്ക് ഗ്രാനൈറ്റ് വന്നതിന് ശേഷം കാണാം. ഇപ്പോൾ 14 ഇഞ്ച് വീതി 80 ഇഞ്ച് നീളത്തിൽ ഗ്രാനൈറ്റ് കട്ട് ചെയ്തെടുത്ത് എൽ ഷേപ്പിൽ മോൾഡിങ് കൂടി ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിപ്പോൾ കട്ട് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഇതിൻ്റെ ടെംപ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കാർഡ്ബോർഡ് വെച്ചതിന് ശേഷം ആ ഒരു ഹാഫ് റൗണ്ട് വരുന്ന ഒരു ഭാഗം, ഒരു ഹാഫ് റൗണ്ട് എന്ന് പറയാമെങ്കിൽ ഒരു 1/4 ഭാഗം വരുന്ന ഒരു ക്വാർട്ടർ റൗണ്ടിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്തിൻ്റെ മാർക്കിങ് വെച്ചിട്ട് ഗ്രാനൈറ്റിൽ മാർക്ക് ചെയ്തിട്ടാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കുറച്ച് പൊട്ടിച്ചിട്ട് അകത്തേക്ക് ഗ്രാനൈറ്റ് കയറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടും. അപ്പോൾ ആ ടെംപ്ലേറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യാനുള്ള മാർക്കിങ് എടുക്കുന്നത് വൈറ്റ്നർ വെച്ചിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഹാൻഡ് കട്ടർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഗ്രാനൈറ്റ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ കണ്ടത് നല്ല ബെൻഡുണ്ട് കട്ടിങ്ങിൽ. അതുകൊണ്ട് തന്നെ അങ്ങേ എൻഡും ഇങ്ങേ എൻഡും മാത്രമേ ടച്ച് ആവുന്നുള്ളൂ. അപ്പോൾ ഒരു ഏകദേശം ഒരു 6 mm കൂടുതൽ ബെൻഡുണ്ട്. അപ്പോൾ സിലിക്കോൺ അത്രയും ഭാഗം ഫില്ല് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി അടുപ്പിച്ച് ചെയ്താൽ കാണാൻ ഭംഗിയുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വൈറ്റനറെ കൊണ്ട് മാർക്കിംഗ് എടുത്തിട്ടുണ്ട് ടച്ച് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ആ ടച്ച് ചെയ്യുന്ന ഭാഗം അത്രയും മാർക്കിംഗ് എടുത്ത് തയ്ച്ചിട്ട് സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഗ്രാനൈറ്റൊക്കെ തയ്ച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ആ ഗ്രാനൈറ്റ് സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതിനോട് ആദ്യം തന്നെ ഇവിടെ സ്പാർക്ക് ആക്കുന്നുണ്ട്. SS റോഡ് ഉപയോഗിച്ചിട്ട് തന്നെ സ്പാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലിക്കോൺ ശരിക്കും ബോണ്ടിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടും ആക്കാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ നമുക്കൊരു ഫ്ലാപ്പ് വീലോ അല്ലെങ്കിൽ ഗ്രൈൻഡ് വീലോ ഉപയോഗിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടും ആക്കാം. പക്ഷേ അതിനെക്കാട്ടി ഗ്രിപ്പ് കൂടുതൽ കിട്ടും ഈ ഒരു സ്പാർക്ക് ആക്കിയിട്ട് ചെയ്യുന്നതിനാണ്. ഞാനിപ്പോൾ 2 രീതിയും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഇതാണ് കുറച്ചുകൂടി ബോണ്ടിങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ സിലിക്കോൺ അടിച്ചിട്ട് ഗ്രാനൈറ്റ് സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. സിലിക്കോൺ വാങ്ങുന്ന സമയത്ത് ഓൾ വെതർ സിലിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള സിലിക്കോൺ വാങ്ങാൻ വേണ്ടി കിട്ടും. കുറച്ച് ക്വാളിറ്റിയുള്ള സിലിക്കോൺ തന്നെ വാങ്ങിയിട്ട് സെറ്റാക്കുന്നത് നല്ലത്. അതിന് നമ്മൾ സിലിക്കോൺ അടിച്ചു കൊടുക്കുന്ന സമയത്ത് സിഗ്സാഗ് ആയിട്ട് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ ആ സ്പാർക്കാക്കിയുള്ള ആ സ്പാർക്കിന് സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പിടുത്തം കിട്ടും. നമ്മൾ സ്ട്രൈറ്റ് ലൈനിൽ കൊടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി പിടുത്തം കൂടുതൽ കിട്ടും. അപ്പോൾ ഗ്രാനൈറ്റ് വെക്കാൻ വേണ്ടി പോയിന്ന് ബേക്ക് ടച്ച് ആക്കിയതിന് ശേഷം എല്ലാം താത്തി കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ അവിടെ നിന്ന് ഇളകി പോകില്ല. അതിന് ശേഷം നല്ലതായിട്ട് കൈ കൊണ്ട് അടിച്ചിട്ട് സെറ്റാക്കി കൊടുക്കുക തന്നെ വേണം. അപ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു സിലിക്കോൺ ശരിക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ പരന്ന് നിൽക്കൂ. അതിന് ശേഷം നമ്മളൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കല്ല് വെച്ച് കൊടുത്താൽ മതി. എന്നാൽ ഒരു വെയിറ്റ് കൂടി വരുന്ന സമയത്ത് സെറ്റാവും. ഒരു 6 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നോളും. അപ്പോൾ ബേസൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ഈ ഒരു അകത്തേക്ക് കയറ്റിയ ഭാഗം കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റിൽ ഡയറക്റ്റ് വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മണലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. അകത്തേക്ക് ശരിക്കും ഇറങ്ങിയിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ എങ്ങാനും സിലിക്കോൺ ഇളകിയിട്ട് ഗ്രാനൈറ്റ് പൊങ്ങിപ്പോയാലും അത് ശരിക്കും അവിടെ പിടിച്ച് നിർത്തിക്കോളും. അപ്പോൾ ഇതിൽ നമ്മൾ താഴത്തെ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത് 1 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ നേരത്തെ ആ ഒരു ബേസ് ഗ്രാനൈറ്റിൻ്റെ ബേസിൻ്റെ അടിയിൽ ഉപയോഗിച്ച അതേ പൈപ്പ് തന്നെയാണ്. അത് നമുക്ക് അതിൻ്റെ ബേസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ബേസ് വരുന്ന ഭാഗം ഇതിൻ്റെ തൂണിൻ്റെ അകത്തേക്കും അതുപോലെ തന്നെ വാളിലേക്കും തുരന്നിട്ട് കയറ്റി കൊടുക്കിയതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൂടി വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ A2Z കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഗ്ലാസ് റെയിൽ ഇതുപോലെ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, അതുപോലെ തന്നെ ഐ ബട്ടണിലും ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോനെ പറ്റി കാണിക്കാനുള്ളത്. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.